ഹായ്, എല്ലാവർക്കും ഫുഡ് സ്പോട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡ് സ്പോട്ടിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ബീഫ് പെപ്പർ റോസ്റ്റാണ്. അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ബീഫ് പെപ്പർ റോസ്റ്റിന്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് പെപ്പർ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് പെപ്പർ റോസ്റ്റ് ഉണ്ടാക്കാൻ നമ്മളിപ്പോൾ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. നല്ല ബീഫാണ് എടുത്തേക്കുന്നത്, സൂപ്പറായിട്ടുള്ള ഇറച്ചിയാണ്. നമുക്ക് ആദ്യമേ ഇതൊന്ന് ഹാഫ് കുക്ക് ചെയ്യണം നമ്മുടെ കുക്കറിനകത്തിട്ട്. അപ്പോൾ കുക്കറിനകത്തിട്ടിട്ട് എന്തൊക്കെ ചേർക്കണമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കുക്കറിനകത്തോട്ട് നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് പൊടിവകകളൊക്കെ ചേർക്കാനുണ്ട്, നമുക്കതൊക്കെ ചേർക്കാം. അപ്പോൾ നമ്മുടെ ബീഫിനകത്തോട്ട് നമുക്ക് ആദ്യമേ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാമേ. കാശ്മീരി ആയതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ. മുളക് പൊടി ഇട്ടതിന് ശേഷം നമ്മുടെ മല്ലിപ്പൊടിയാണ്, ഇത് 1 ടേബിൾ സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി. ഫൈനലായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഹോം മെയ്ഡായിട്ടുള്ള ഗരം മസാലയാണ്. ഗരം മസാല ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം. 1 ടേബിൾ സ്പൂൺ ഉപ്പ് ആദ്യമേ കുക്ക് ചെയ്യാനെ കൊണ്ട് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പെപ്പറാണ് അടുത്തത്. പെപ്പർ നമ്മൾ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫും അരപ്പും കൂടി നല്ലോണം നമുക്കൊന്ന് ഇളക്കണം, മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലോണം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ വെളുത്തുള്ളിയാണിത്. ഇപ്പോൾ ഒരു 6 വെളുത്തുള്ളി എടുത്ത് ചോപ്പ് ചെയ്തതാണ്, അതിട്ട് കൊടുക്കാം വെളുത്തുള്ളി. ശേഷം നമുക്ക് ഒരു 2 പച്ചമുളക് എടുത്തിട്ട് കട്ട് ചെയ്തതാണ്, അതും ഇട്ട് കൊടുക്കണം. കൂടെ തന്നെ 1 ഇഞ്ചിന് കനത്തിൽ അരിഞ്ഞ നമ്മുടെ ഇഞ്ചിയാണിത്, ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതിനകത്തിപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ട, വെള്ളം നമ്മുടെ ഈ ബീഫിനകത്തു നിന്ന് തന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇറങ്ങിക്കോളും. അപ്പോൾ നമ്മൾ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഒരു 2 വിസിൽ കേൾക്കുമ്പോൾ നമുക്കിഞ്ഞ് എടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ കുക്കർ തുറന്ന് നോക്കാം. നമ്മുടെ 2 വിസിൽ അടിച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ ബീഫ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ദേ അതിനകത്ത് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഞാനിപ്പം വിസിലടിച്ചിട്ട് ഒരു 20 മിനിറ്റ് വെച്ചായിരുന്നു കേട്ടോ, ബീഫ് ആയതുകൊണ്ടേ. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ ചട്ടി വെച്ച് കൊടുക്കാം. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. നമ്മളിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂണോളം എണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ അടുത്തിടാൻ പോകുന്നത് നമ്മുടെ കടുകാണ്. കടുകൊന്ന് പൊട്ടി വരട്ടെ. ഞാനിപ്പോൾ കടുക് ഇട്ടേക്കുന്ന 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി വരുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്ക് 2 വറ്റൽമുളക് കഷ്ണമാക്കി ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് ഇട്ടാൽ മതിയേ. അപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം, ലോ ഫ്ലെയിം ആക്കാൻ ശ്രദ്ധിച്ചോണം. ഇനി അടുത്തായിട്ട് നമ്മുടെ കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കാം. നമുക്ക് കറിവേപ്പില ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പച്ചമുളകാണ്. പിന്നെ അടുത്തായിട്ട് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരു 10 എണ്ണം എടുത്ത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്, അതും ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഇഞ്ചി, ഒരു 2 ഇഞ്ചി എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്നും ജസ്റ്റ് മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി എല്ലാം ഒന്ന് മൂത്ത് വരുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഒരു 30 കൊച്ച് ചുമന്നുള്ളിയാണിത്, അത് നമുക്ക് ഇതിനകത്തോട്ട് വഴറ്റിയെടുക്കണം. 30 എണ്ണം എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അത് ചോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി, അല്ലെ ഈ സാധനം കരിയും. അപ്പോൾ നമ്മൾ എത്രത്തോളം കൊച്ചുള്ളി എടുക്കുന്നോ അത്രത്തോളം നമ്മുടെ ബീഫ് റോസ്റ്റിന് ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളി ഇങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയത്ത് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ മതി. നമ്മളിപ്പം മൊത്തവും കൂടി ഇപ്പോൾ ഒരു 2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ ഉള്ളി അപ്പോഴത്തേക്ക് ഒരു ഗോൾഡ് കളറായി വരും, ഗോൾഡൻ ബ്രൗൺ ആയി വരും. അപ്പോൾ നല്ലോണം നമ്മുടെ ഉള്ളി ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിനകത്തോട്ട് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടിയാണ്, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക.
കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാലയാണ്, ഹോം മെയ്ഡ് ഗരം മസാലയാണ്. 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് നമുക്ക് ഇളക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ബീഫ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. ബീഫ് ഇടുമ്പോൾ ശ്രദ്ധിച്ചിടണം. ദേഹത്ത് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൊത്തത്തിൽ കമത്തിയത് കേട്ടോ. ബീഫ് ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കണം. അടികൂട്ടി വഴറ്റിയെടുത്ത കൊച്ചുള്ളി എല്ലാം ഇതിനകത്ത് മിക്സ് ആവണം. നമ്മുടെ ബീഫ് റോസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് കുറുകി വരണം, എന്നാലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പം നല്ലോണം ഈ ചാറൊക്കെ ഒന്ന് വറ്റിച്ച് നമുക്ക് കുറുക്കിയെടുക്കണം. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ബീഫ് റോസ്റ്റ് അപ്പോൾ കഴിക്കാനെ കൊണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് പെപ്പർ റോസ്റ്റിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് വാങ്ങി വെക്കാം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പെപ്പർ റോസ്റ്റ്. കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലോണമൊക്കെ ഇളക്കണം, എല്ലാ കഷ്ണത്തിലും പറ്റണം. അപ്പോൾ നമ്മുടെ ബീഫ് പെപ്പർ റോസ്റ്റ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഇനി വാങ്ങി നമുക്ക് സെർവ് ചെയ്തെടുക്കാം. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ബീഫ് പെപ്പർ റോസ്റ്റ് നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ബീഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളികളുടെ പൊതു ഗുണമാണ് പൊറോട്ട. അപ്പോൾ നമുക്ക് നമ്മുടെ ബീഫും പൊറോട്ടയും കൂടി ഒന്ന് ചെറുതായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. ബീഫ് സൂപ്പറായിട്ട് നല്ല സ്പൈസി ആയിട്ട് വന്നിട്ടുണ്ട്. ആ കുരുമുളകൊക്കെ എടുത്തറിയാൻ പറ്റും നമുക്ക്. നമ്മുടെ പൊറോട്ടയുടെ കൂടെ ബീഫ് കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു ഫീലാണ്. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ബീഫും പൊറോട്ടയും. ബീഫ് റോസ്റ്റ് അടിപൊളിയാണ്, ബീഫ് പെപ്പർ റോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളും ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ.